വന്ദനം വന്ദനം ദേവാ സദ്ഗുരുദേവാ ശതകോടി വന്ദനം നാരായണ ഗുരുദേവാ ഭഗവാനായ. എടാ നീ എന്തിനാ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ? ഞാൻ എല്ലാം നോക്കൂലേ? വിഷമൊന്നുമല്ലടാ. എന്നാലും ഈ 45 ദിവസം ബെഡിൽ തന്നെ കിടക്കണമെന്നൊക്കെ പറയുമ്പോഴേ സർജറി ചെയ്ത് പേഷ്യന്റ് ഇങ്ങനെ കിടക്കണ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മുടെയൊക്കെ സ്വന്തം കാര്യം വരുമ്പോഴല്ലേ അതിന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുന്നു. എടാ നീ ഇപ്പൊ അതൊക്കെ ആലോചിച്ച് എന്തിനു ടെൻഷൻ അടിക്കണേ? ഞാൻ എല്ലാം നോക്കിക്കൊള്ളാം, നീ അവിടെ മിണ്ടാതെ കിടന്നാ മതി. എടി നീ നോക്കൂലെന്നല്ല, പക്ഷേ ഒരേ സ്ഥലത്ത് ബെഡിൽ ഇങ്ങനെയൊക്കെ കിടക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് അറിഞ്ഞൂടാ എന്ത് എക്സ്പ്ലനേഷൻ ചെയ്ത് തരാനെന്ന്. ഡേ ഞാൻ എന്തായാലും നോക്കിക്കൊള്ളാന്ന് പറഞ്ഞല്ല, നിനക്ക് എന്തായാലും ഒരാവശ്യത്തിനും കട്ടിൽ നിന്ന് എണീക്കേണ്ടി വരില്ല. ഞാൻ എല്ലാം നോക്കിക്കൊള്ളാം. നീ ഒരു കാര്യം ചെയ്യും, നീ ആ കാറിൽ നിന്ന് ആ വെള്ളം എടുത്തിട്ടോ, നടക്കാൻ വയ്യ. പോയിട്ടോ. ഓ പിന്നെ അത് തന്നെ എന്റെ ജോലി, വേണമെങ്കിൽ പോയി എടുത്താൽ മതി. എന്റെ പൊന്നു, എന്തോന്ന് ഡയലോഗായിരുന്നു. കട്ടിലിൽ നിന്ന് എണീക്കണ്ട, അങ്ങ് കൊണ്ട് തരും, കിടത്തി ഉറക്കും. എന്റെ പൊന്നു മോളെ, പോ.